പഴയകാല വിഭവമായിട്ടുള്ള നെയ്ക്കോലിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. ഒരു മാസം വരെ നമുക്കിത് സ്റ്റോർ ചെയ്ത് കഴിക്കാൻ പറ്റും നല്ലൊരു ചായക്കടിയാണ്. അപ്പോൾ നമ്മളിത് മൈദയിലാണ് കേട്ടോ ചെയ്യുന്നത്. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു ചായക്കടിയും കൂടിയാണ്. അപ്പോൾ മൈദയിൽ ചെയ്യുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. ഞാനിവിടെ 2 കപ്പ് മൈദ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടത് നെയ്യാണ്. 1/2 കപ്പ് ഉരുക്കി എടുത്തിട്ടുള്ള നെയ്യ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം കൈ വെച്ചിട്ട് നന്നായിട്ട് നെയ്യൊന്ന് എല്ലാവരുടെയും ആവുന്നത് പോലെ നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കുക. ഈ നെയ്യ് ചേർക്കുന്നതുകൊണ്ട് തന്നെ ഇത് ഭയങ്കരമായിട്ട് ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടും. നല്ല രസമാണ് കഴിക്കാനായിട്ട്. ഇനി നമുക്ക് പാല് ചേർത്തിട്ട് ഇതിനൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ തിളപ്പിച്ചാറിയിട്ടുള്ള പാലാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അല്ലാത്തതായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് പശുവും പാല് ചേർത്തിട്ട് നമുക്കിത് നല്ല സോഫ്റ്റ് ആവുന്ന വരെ ഒന്ന് കുഴച്ചെടുക്കാം. നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് മാവ് കുഴക്കുന്ന പോലെ ആ ഒരു രീതിക്കായിരിക്കില്ല കിട്ടുക. നെയ്യൊക്കെ ചേർത്തുകൊണ്ട് ഒരു ഡിഫറെൻ്റ് ആയിട്ടാണ് കേട്ടോ നമുക്ക് കിട്ടുക. കുറച്ചൊന്ന് എണ്ണയുള്ള പോലെ തോന്നും കുഴക്കുന്ന സമയത്ത്. അപ്പോൾ നല്ല പോലെ നമുക്കിതിനൊന്ന് സോഫ്റ്റാക്കി കുഴച്ചെടുക്കുക. അപ്പോൾ നന്നായിട്ട് ഞാനിത് കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഇപ്പം തന്നെ ഒരു 3 പീസാക്കിയിട്ട് ഒന്ന് മാറ്റിയെടുക്കുക. നമുക്ക് പരത്തിയെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ 3 ബോൾസാക്കി എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനൊന്ന് പരത്തിയെടുക്കുക. ഇത് പൊടിയൊന്നും കൂട്ടി പരത്തിയെടുക്കരുത്. കുറച്ച് നെയ്യ് തന്നെ ഏതെങ്കിലും ഒരു സ്ഥലത്തൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. കൗണ്ടർ ടോപ്പിലാണ് ചെയ്യുന്നതെങ്കിൽ അവിടെ ചെയ്യാം. നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. ഒരു 1/4 ഇഞ്ച് തിക്നെസ്സിൽ വേണം നമ്മളിത് പരത്തിയെടുക്കാനായിട്ട്. അപ്പോൾ നല്ല പോലെ നമുക്കൊന്ന് പരത്തിയെടുക്കുക. ഏകദേശം ഒരു 4-5 ചപ്പാത്തിയൊക്കെ വെച്ചതിൻ്റെ ഒരു കനം ഉണ്ടാവുമല്ലോ, ആ ഒരു കനത്തിലാണ് നമ്മൾ പരത്തിയെടുത്തിട്ടുള്ളത്. ഇനി നീളത്തിൽ നമുക്ക് ഒരു കോല് പോലെ മുറിച്ചെടുക്കുക. അതുകൊണ്ടാണ് നമുക്കിതിന് നെയ്ക്കോൽ എന്ന് പേര് വന്നതന്നെ കേട്ടോ. അപ്പോൾ നമുക്കിത് നീളത്തിൽ ഇതുപോലെ നമുക്ക് ഒരു സ്റ്റിക്കിൻ്റെ പോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് നീളമുള്ള ഈ പീസിന് നമുക്ക് 1-2 പീസാക്കിയിട്ട് മാറ്റിയെടുക്കാം. ഇത് ഏകദേശം ഒരു വിരലിൻ്റെ നീളത്തിലാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഞാനിത് ഓരോന്നും ഇതുപോലെ ഒന്ന് 2 പീസായിട്ട് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ എല്ലാം വേഗം കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കെല്ലാം കൂടെ ഒരുമിച്ച് അങ്ങോട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിത് എല്ലാം ഏകദേശം ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്യാണ് ഏറ്റവും നല്ലത്. അതാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഞാനിത് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇടുന്ന സമയത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് 2 സൈഡും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ചെറുതായിട്ട് കളറൊക്കെ മാറി ഒന്ന് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. ഇത് അത്യാവശ്യം നല്ല ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോഴേക്കും ഉള്ളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. അപ്പോൾ ഇത് ഇപ്പോൾ നന്നായിട്ട് പെർഫെക്റ്റായി വെന്തിട്ടുണ്ട്. ഇത് ചൂടോടെ കഴിക്കുമ്പോൾ കുറച്ച് സോഫ്റ്റായിട്ട് ഫീൽ ചെയ്യും. കുറച്ച് ചൂടാകുന്ന സമയം നല്ല ക്രിസ്പി ആയിട്ട് വരും കേട്ടോ. അപ്പോൾ എല്ലാം ഫ്രൈ ചെയ്ത് എടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മേലെയായിട്ട് പൊടിച്ച പഞ്ചസാര ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പഞ്ചസാര ഇല്ലാതെ ചുമ്മാ കഴിക്കാൻ ഇത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ പൊടിച്ച പഞ്ചസാരയും കൂടെ ഉണ്ടെങ്കിൽ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ധ്യാൻസ് കണ്ണൂർ കിച്ചൻ ഫോളോ ചെയ്യുക. താങ്ക്